ഇന്ന് പല റീറ്റെയിൽ സ്റ്റോർ ഓണർക്കും ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഓരോ പ്രൊഡക്റ്റും എത്ര ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യണമെന്നുള്ളത്. പലരും ഫാസ്റ്റ് മൂവിങ് ഐറ്റം, സ്ലോ മൂവിങ് ഐറ്റം തുടങ്ങിയ ബേസിക് റിപ്പോർട്ടുകൾ അടിസ്ഥാനമാക്കി ഐറ്റംസ് പർച്ചേസ് ചെയ്യാറുണ്ട്. എന്നിരുന്നാലും എത്ര ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യണമെന്ന് കണ്ടുപിടിക്കാനായിട്ട് ഒരു ഗോൾഡൻ ഫോർമുല ഉണ്ട്. ഡെയിലി ആവറേജ് സെയിൽസ് ഇൻറ്റു ലീഡ് ടൈം പ്ലസ് സേഫ്റ്റി ക്വാണ്ടിറ്റി മൈനസ് കറണ്ട് സ്റ്റോക്ക് ഈക്വൽ ടു പർച്ചേസ് ക്വാണ്ടിറ്റി. അതായത് ഓരോ പ്രൊഡക്റ്റിൻ്റെയും ഡെയിലി ആവറേജ് സെയിൽസ് ഇൻറ്റു ലീഡ് ടൈം. ലീഡ് ടൈം വെച്ചാൽ ഒരു പ്രൊഡക്റ്റ് നമ്മൾ സപ്ലയർ എടുത്ത് ഓർഡർ കൊടുത്തിട്ട് നമുക്ക് കിട്ടാനെടുക്കുന്ന ടൈം, കൂട്ടത്തിൽ നമുക്ക് അതിൻ്റെ പർച്ചേസ് ഫ്രീക്വൻസി ആഡ് ചെയ്യാവുന്നതാണ്. അത് പ്ലസ് സേഫ്റ്റി ക്വാണ്ടിറ്റി, നമ്മൾ ഓരോ പ്രൊഡക്റ്റിൻ്റെ മിനിമം എത്ര സ്റ്റോക്ക് വേണമെന്നുള്ളത്, അല്ലെങ്കിൽ ഐറ്റത്തിൻ്റെ റീഓർഡർ ലെവൽ. അതിൽ നിന്ന് കറണ്ട് സ്റ്റോക്ക്, നിലവിലുള്ള സ്റ്റോക്ക് കുറച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് പർച്ചേസ് ക്വാണ്ടിറ്റി. ആ ഐറ്റം നമ്മൾ എത്ര പർച്ചേസ് ചെയ്യണമെന്നുള്ളത്. ഉദാഹരണത്തിന് നമ്മുടെ ഷോപ്പിലെ ഒരു പ്രൊഡക്റ്റിൻ്റെ ഡെയിലി ആവറേജ് സെയിൽസ് 10 പീസും ആ പ്രൊഡക്റ്റിൻ്റെ ലീഡ് ടൈം 5 ഡേയ്സും ആ പ്രൊഡക്റ്റിൻ്റെ സേഫ്റ്റി ക്വാണ്ടിറ്റി 20 പീസും ആണെങ്കിൽ 10 × 5 50, 50 പ്ലസ് സേഫ്റ്റി ക്വാണ്ടിറ്റി 20 ഈക്വൽ ടു 70 ആണ് ആ പ്രൊഡക്റ്റിൻ്റെ റിക്വയർമെൻറ്റ് ക്വാണ്ടിറ്റി. അതിൽ നിന്ന് കറണ്ട് സ്റ്റോക്ക് കുറച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ആ ഐറ്റത്തിൻ്റെ പർച്ചേസ് ക്വാണ്ടിറ്റി. അതായത് ആ ഐറ്റം എത്ര ക്വാണ്ടിറ്റി നമ്മൾ പർച്ചേസ് ചെയ്യണമെന്നുള്ളത്. ഈ ഒരു ഗോൾഡൻ ഫോർമുല ഉപയോഗിച്ചിട്ട് ഏതൊരു റീറ്റെയിൽ സ്റ്റോറിനും ഡെഡ് ഐറ്റംസ് വരാതെ തങ്ങളുടെ ഇൻവെൻട്രി മാനേജ്മെൻറ്റ് കൃത്യമായി നടത്താവുന്നതാണ്.